16 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഓരോ വർഷം വിളിച്ചു ഞങ്ങൾക്ക് 16 വർഷം കഴിഞ്ഞ് അമ്മയെ വിളിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ് ഇതാ. ഞാൻ 19 വർഷം ഗൾഫിലായിരുന്നു. മതിയാക്കി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു തരികയാണെങ്കിൽ എനിക്കൊരു അമ്മയ്ക്കൊരു തൂക്കം നേരും. പക്ഷെ അമ്മ തന്നു, വളരെ സന്തോഷം. അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്ക് നന്ദിയല്ല, അമ്മയ്ക്ക് വേണ്ടി മോനെ സമർപ്പിച്ചിരിക്കും. എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സേഫ്റ്റി ബെൽറ്റിൽ? കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു കൊച്ചിനെ എടുത്ത് മാത്രമേ ശീലമുള്ളൂ. നമുക്ക് വളരെയധികം കൊച്ചുങ്ങളെ പല പ്രായത്തിലുള്ള കൊച്ചുങ്ങളെ എടുത്ത് നമുക്ക് പരിചയമുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 ടൈപ്പ് വെൽക്രോ വച്ച് ഒട്ടിച്ചാണ് വിടുന്നത്. അതുകൊണ്ട് കൊച്ചിന് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, എന്നാൽ കൊച്ച് സേഫായിട്ട് ഷർട്ട് ഇടുന്ന അതേ രീതിയിലാണ് ഈ സേഫ്റ്റി ബെൽറ്റ്. 40 അടി ഉയരമുള്ള വില്ലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് തന്നെ കുഞ്ഞിനെ ആ തൂക്കുവില്ലിലേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു നെഞ്ചു പിടയ്ക്കും. അമ്മ തന്ന കുഞ്ഞാണ്, അപ്പൊ അമ്മയുടെ കയ്യില് സന്തോഷത്തോടെ. ഞാനും ഇതുപോലെ വില്ലിൽ തൂങ്ങിയ ഒരു കുഞ്ഞായിരുന്നു. ഇന്ന് എന്റെ കുഞ്ഞിനെ തൂക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു പറഞ്ഞറിയിക്കാത്ത ആ ഒരു രക്ഷിതാവിന്റെയും കൂടെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അമ്മയെന്ന് പറയുന്നത് നമുക്ക് പെറ്റമ്മയെ പോലെയാണ്. ആ അമ്മയുടെ മുമ്പില് വില്ലിൽ കയറി തൂങ്ങി വരുന്നത് അമ്മയുടെ ഒരു ആശീർവാദം കിട്ടിയതിന് തുല്യമാണ്. കൊല്ലംകോട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം വന്നത്. തൂക്കം നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇവിടെ നിന്ന് കൊല്ലംകോട്ട് നിന്നാണ് കച്ച കൊണ്ടുപോകുന്നത്. കൊല്ലങ്കോട് അമ്മയുടെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് അമ്മയുടെ സന്നിധിയിലേക്ക് ആ നേരത്തെ തൂക്കത്തിന് വേണ്ടി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരിടത്താണ്. കുഞ്ഞുങ്ങൾക്ക് കച്ച കെട്ടുക, ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള ആ സേഫ്റ്റി ബെൽറ്റ് കെട്ടിക്കൊടുക്കുന്ന ഇടത്താണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ നമുക്കൊപ്പം ഒരു അച്ഛനും അമ്മയും ചേരുന്നുണ്ട്. അവര് 16 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാണ്ട് സങ്കടപ്പെട്ട് അവർക്ക് കിട്ടിയ പൊന്നോമനെയും കൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ തൂക്കത്തിന് എത്തിയിരിക്കുകയാണ്. അവരോട് തന്നെ ആദ്യം നമുക്ക് അവരുടെ ഒരു അനുഭവം ചോദിച്ചറിയാം. ചേച്ചി, 16 വർഷക്കാലത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ്. ആ ഒരു സന്തോഷം എത്രത്തോളമാണ്? ഞങ്ങളെ ഒരുപാട് ഒരുപാട് ആയിട്ട് ഇവിടെ ഇപ്പം അമ്മയുടെ നടയിൽ നേർന്നാണ് ഞങ്ങൾക്ക് കുഞ്ഞ് കിട്ടിയത്. അത് വളരെ സന്തോഷം. അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ് ഇവിടുത്തെ അമ്മയ്ക്ക്. ഞാൻ 19 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ മതിയാക്കി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഒരു നേർച്ച, കൊല്ലംകോട്ട് അമ്മയ്ക്കൊരു തൂക്കം നേരാന്ന് പറയും. അപ്പം അമ്മയ്ക്ക് ഒരു കുഞ്ഞു തരികയാണെങ്കിൽ എനിക്കൊരു അമ്മയ്ക്കൊരു തൂക്കം നേരും. പക്ഷെ അമ്മ തന്നു, വളരെ സന്തോഷം. അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്ക് നന്ദിയല്ല, അമ്മയ്ക്ക് വേണ്ടി മോനെ സമർപ്പിച്ചിരിക്കും. എങ്ങനെയാണ് അമ്മയെ കുറിച്ച് കേട്ടറിഞ്ഞെങ്കിൽ എത്തിയത്? ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ തൂക്കം കാണാനായിട്ട് വരുമായിരുന്നു. അമ്മയെ എപ്പോഴും നേരുമായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്രാവശ്യം കിട്ടി. ഇപ്പൊ നമുക്കറിയാം, 40 അടി ഉയരമുള്ള വില്ലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് തന്നെ കുഞ്ഞിനെ ആ തൂക്കുവില്ലിലേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു നെഞ്ചു പിടയ്ക്കും. അപ്പൊ ഒരു അമ്മ എന്ന നിലയ്ക്ക് എങ്ങനെയാ ചേച്ചിക്ക്? എനിക്ക് വളരെ കുഴപ്പമില്ല, സന്തോഷമാണ്. കാരണം ടെൻഷൻ അല്ല, ഒരു വ്യക്തിയാണ് അമ്മ. അമ്മയുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചത് നമ്മള് കുഞ്ഞിന്. അമ്മ തന്ന കുഞ്ഞാണ്, അപ്പൊ അമ്മയുടെ കയ്യില് സന്തോഷത്തോടെയാ കൊടുത്തത് കുഞ്ഞിന്. ഇപ്പൊ നമുക്കറിയാം, ഈ കച്ച കെട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ആ സേഫ്റ്റി ബെൽറ്റ് കെട്ടുന്നത് നമ്മൾ കണ്ടു. അത്രത്തോളം സുരക്ഷിതമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒരുക്കുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിൽ ഇത്രയും നല്ല ഒരു കെയർഫുൾ എടുക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടില്ല. ഇത്ര കെയർഫുള്ളാണ് അവർ ചെയ്യുന്നത്. ആ കാര്യത്തിൽ നമ്മൾ അതുകൊണ്ടല്ലേ ഇത്രയും വർഷാവർഷം കുഞ്ഞുങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം അതുകൊണ്ട് ഇത്ര ഒരു സുരക്ഷയാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായും ഇപ്പൊ നമുക്കറിയാം, മനസ്സറിഞ്ഞ് വിളിച്ച അമ്മ വിളി കേൾക്കും. അത് ജീവിതത്തിൽ ഇപ്പൊ അനുഭവമായി വന്നിരിക്കുകയാണ്. അനുഭവമാണ്. 16 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഓരോ വർഷം വിളിച്ചു ഞങ്ങൾക്ക് 16 വർഷം കഴിഞ്ഞ് അമ്മയെ വിളിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ് ഇതാ. ഇപ്പൊ നമുക്കറിയാം, കൊല്ലംകോട്ടേക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങള് എത്തുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പറയാൻ ഓരോ കഥകളുണ്ട്, ഓരോ വിശ്വാസങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെ കാലത്തും ഈ വിശ്വാസങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അവര് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മ തരുമ്പോൾ ആ ഭാഗ്യത്തിന് മധുരമേറും എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിനെ കൊണ്ടിട്ട് ഇവിടെ തൂക്കനേർച്ചയ്ക്ക് എത്തുമ്പോൾ ഒരു കൊല്ലംകോട്ടുകാരൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ആ ഒരു വികാരം? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എല്ലാ വർഷവും ആയിരക്കണക്കിന് കുട്ടികളുടെ തൂക്കം ഞങ്ങൾ നടത്തും. ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ കൊല്ലംകോട്ടുകാരും കുടുംബക്കാരുമായിട്ടുള്ള ഞങ്ങൾ ഈ തൂക്കം നടത്താറ്. ഇപ്രാവശ്യം ഞാനും ഇതുപോലെ വില്ലിൽ തൂങ്ങിയ ഒരു കുഞ്ഞായിരുന്നു. ഇന്ന് എൻ്റെ കുഞ്ഞിനെ തൂക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു പറഞ്ഞറിയിക്കാത്ത ആ ഒരു രക്ഷിതാവിൻ്റെയും കൂടെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അമ്മയെന്ന് പറയുന്നത് നമുക്ക് പെറ്റമ്മയെ പോലെയാണ്. ആ അമ്മയുടെ മുമ്പിൽ വില്ലിൽ കയറി തൂങ്ങി വരുന്നത് അമ്മയുടെ ഒരു ആശീർവാദം കിട്ടിയതിന് തുല്യമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷവും നല്ല രീതിയിൽ ഒരു തൂക്കം കൂടെ നമുക്ക് നടത്താൻ കഴിയുന്നതിൽ. ഇപ്പോൾ ഏതാണ്ട് 40ാമത്തെ വണ്ടിയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ തൂക്കം. ഇനിയും ഉണ്ട്. ഏതാണ്ട് അർദ്ധരാത്രിക്ക് മുകളിൽ പോവും ഈ തൂക്കം. വളരെ സന്തോഷമുണ്ട്.
ഒരിക്കൽ നേർച്ചക്കാരനായിട്ട് നിന്ന അനുഭവം ഉണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം തൂക്കക്കാരുടെ നിയന്ത്രണത്തിലുമാണ്, സബ് കമ്മിറ്റി മെമ്പറും കൂടെയാണ്. അപ്പോൾ ഈ തൂക്കത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സൈഡുണ്ട്. അതുപോലെ തന്നെ ഒരു രക്ഷിതാവിൻ്റെ ആ ഒരു ഇതും വില്ലിൽ കുഞ്ഞ് കയറുമ്പോഴും തൂക്കക്കാരൻ്റെ കൈ കൊടുക്കുമ്പോഴും ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുഞ്ഞിനെയാണ് എടുത്ത് കൊടുക്കാറ്, പക്ഷെ സ്വന്തം കുഞ്ഞിനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അമ്മയോട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അതാ എൻ്റെ കുഞ്ഞും അമ്മയാൽ ആശ്രയിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവർ അത്രയും സുരക്ഷിതരായി ആ തൂക്കുവില്ലിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് അച്ഛനമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കുള്ള കച്ചയെല്ലാം ഉണ്ടാക്കുന്ന ശിവകുമാറേട്ടനാണ് നമുക്കിപ്പോൾ ഇപ്പം ചെയ്യുന്നത്. ചേട്ടൻ, നമുക്കറിയാം കൊല്ലങ്കോട്ടിലെ വില്ല് എന്ന് പറയുമ്പോൾ 40 അടി ഉയരമുള്ള വില്ലാണ്. അപ്പൊ അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന സമയത്ത് എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ എത്തുന്നവരെല്ലാവരും പറയുന്നുണ്ട് അത്രത്തോളം സുരക്ഷിതരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് വലിയ രീതിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കച്ച നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? കൊല്ലങ്കോട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം വന്നത്. ആദ്യമായിട്ട് കുറേ വർഷം 10 വർഷത്തിൽ കൂടുതലായി ഇവിടെ നിന്നാണ് മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ കച്ച കൊടുക്കുന്നത്. അപ്പം ഈഴംകുളത്ത് വരയ്ക്കും നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ തൂക്കം നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലേക്കും നമ്മളിവിടെ നിന്ന് കൊല്ലങ്കോട്ട് നിന്നാണ് കച്ച കൊണ്ടുപോകുന്നത്. നമ്മൾ കച്ച എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി ബെൽറ്റ് ആണ്. എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സേഫ്റ്റി ബെൽറ്റിൽ? അതായത് ആദ്യമായിട്ട് നമ്മൾ പല രീതിയിലും ഇത് ചെയ്തിട്ട് അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് ഇന്നൊരു വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആശയത്തിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിന് ചില ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി ഓരോ വർഷങ്ങളിലും അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് ഇന്നൊരു നല്ല രീതിയിൽ ഇതിൽ തന്നെ പല പ്രാവശ്യം ഒരു സ്ലിപ്പായി വീഴുകയാണെങ്കിൽ ഇതിൽ തൂങ്ങിക്കിടക്കും എന്ന് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് 100% ഇതിനോട് എല്ലാവർക്കും ഒരു സേഫ്റ്റി എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അത്രയും മൃദുലമാണ്. അപ്പൊ അവരുടെ ശരീരം ഒന്ന് നോവരുത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പൊ എത്രത്തോളം കുഞ്ഞുങ്ങളെ ശരീരവുമായി ഇണങ്ങി നിൽക്കുന്നതാണ് ഈ കച്ച? അതെ, നമ്മൾ 10-20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ചെയ്യുന്നവരെല്ലാവരും. കൊച്ചിൻ്റെ അമ്മ എത്രത്തോളം ആ കൊച്ചിനെ എത്ര സോഫ്റ്റായിട്ട് എടുക്കുമ്പോൾ അതിനേക്കാൾ വളരെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഒരു കൊച്ചിനെ എടുത്ത് മാത്രമേ ശീലമുള്ളൂ. നമുക്ക് വളരെയധികം കൊച്ചുങ്ങളെ പ്രായത്തിലുള്ള കൊച്ചുങ്ങളെ എടുത്ത് നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൊച്ചുങ്ങളെ എടുക്കുന്നതിൽ വളരെ വർഷത്തെ പരിചയമുണ്ട്. മാത്രമല്ല ഇതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് കച്ച നമ്മൾ ഇവിടെ നിന്നാണ് കൊടുത്തയക്കുന്നത്. ഈ കച്ച നിർമ്മിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന തുണി അങ്ങനത്തെ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാമോ? അതായത് തുണി ഉണ്ടാക്കുന്നത് മല്ലെന്നുള്ള രൂപത്തിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അത് പ്രോസസ്സ് ചെയ്താണ് അതിൻ്റെ കളറ് മാറ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലാണ് ഈ കച്ച ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 100% ബലമായിരിക്കും. അത് പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും കളർ ചെയ്യും തോറും അതിൻ്റെ ബലത്തിൽ കുറവുണ്ടാവും. പക്ഷേ ഈ കച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ആദ്യത്തെ പ്രോസസ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 100% ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര കെട്ടുകളാണ് കുട്ടിയുടെ ശരീരത്തോട് നമ്മൾ കെട്ടിവെക്കുന്നത്? എത്രത്തോളം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്? ശരിക്കും കെട്ടെന്ന് പറയുന്നത് ഒരെണ്ണമാണ്. ആ കെട്ടിന് ഇത് ചെയ്യാൻ വേണ്ടി അതിനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 ടൈപ്പ് വെൽക്രോ വച്ച് ഒട്ടിച്ചാണ് വിടുന്നത്. ഒരേ ഒരു കെട്ടേ വരണുള്ളൂ. 2 ഭാഗത്ത് വെൽക്രോ ഒട്ടിച്ചാണ് വിടുന്നത്. അതുകൊണ്ട് കൊച്ചിന് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്നാൽ കൊച്ച് സേഫായിട്ട് ഷർട്ട് ഇടുന്ന അതേ രീതിയിലാണ് ഈ സേഫ്റ്റി ബെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഓരോ വർഷവും കുരുന്നുകളുടെ എണ്ണം കുറയുന്നില്ല, ഇവിടേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ടോ? എല്ലാ വർഷവും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഓരോ കൊച്ചുങ്ങൾ വന്നിട്ട് പറയാറില്ല, അവർ കരഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമ്മളത് നോക്കി നിരീക്ഷിച്ച് അതിൽ എന്താണ് വ്യത്യാസം വരേണ്ടത്, എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് കരയേണ്ടതെന്ന് നോക്കിയാണ് നമ്മൾ ഓരോ വർഷവും അതിലൊരു മാറ്റം വരുത്താറുണ്ട്. നമുക്കറിയാം എല്ലാവരും അമ്മയിലേക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. ആ നിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്കില്ല. ഇതിൻ്റെ ഒരു ഉത്സവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു മഹാഭാഗ്യമാണ്. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം സുരക്ഷ
ക്രമീകരണങ്ങളെല്ലാം വരുത്തിയാണ് കുഞ്ഞുങ്ങളെ ഈ കച്ച കെട്ടിക്കുന്നത്. അത്രത്തോളം ഉറപ്പ് വരുത്തുകയാണ് കുഞ്ഞുങ്ങൾ എത്ര ഉയരത്തിലാണെങ്കിലും അത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് അത്രത്തോളം ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള കച്ച എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും അതിന്റെ സുരക്ഷകളെ കുറിച്ച് എല്ലാം അറിഞ്ഞു. ഇനി ഇത് കെട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് കൊല്ലങ്കോട് ഉള്ളത്. അപ്പൊ അവരോട് തന്നെ അവരുടെ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് നമുക്ക് ചോദിച്ചറിയാം. വിജയകുമാറായിട്ട് നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, നമുക്കറിയാം കുഞ്ഞുങ്ങളാണ്, അത്രത്തോളം കരുതലോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വം എത്രത്തോളമാണ്? എത്രത്തോളം ഭയങ്കരമാണ്. എന്നാലും നമ്മൾ തുടങ്ങിയ നാൾ മുതൽ ഇത് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റേതായ പ്രാക്ടീസും കാര്യങ്ങളും നമുക്കുള്ളത് കൊണ്ട് മാത്രം നമ്മളതിനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം കൺട്രോളും നല്ല ഇതോടും ഭക്തിയോടെയാണ് ചെയ്യുന്നത്. വ്രതമൊക്കെ ഉള്ളവരാണ് നമ്മൾ. വ്രതമെടുത്തും അത്രയും നല്ലതുപോലെ ഒരു കുഴപ്പങ്ങളുണ്ടാവാതെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് തുടങ്ങിയത് മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പേടിയൊന്നും അങ്ങനെയുണ്ട്. നമുക്കറിയാം ഓരോ വർഷവും കൊല്ലങ്കോട്ടേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ആ സമയത്ത് തിരക്കുകളെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ സമയം കൊടുത്ത് ആ ഒരു ലാളനയോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ക്രമീകരിക്കുന്ന പല ആൾക്കാരുടെ ഒത്തുചേരലാണിത്. ഒന്നിച്ച് ഒരു സഹകരണത്തോടെ ഓരോരോ ആൾക്കാർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്തു പോകുന്നു. ഈ കച്ച കെട്ടാൻ വേണ്ടി എത്തുന്ന കുഞ്ഞുങ്ങള് കരയുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മൾ നോക്കി അത്രത്തോളം ലാളനയോടെയാണ് ഓരോന്ന് ചെയ്തത്. നമുക്കറിയാം അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്ന ആ ഒരു വലിയ വിശ്വാസത്തോടെയാണ് ഓരോ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ കെട്ടുന്ന കച്ചയിലാണ് അവരുടെ എല്ലാ വിശ്വാസവും ഇരിക്കുന്നത്. അപ്പോൾ അത് തരുന്നൊരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഉത്തരവാദിത്വം ഭംഗിയോടെ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുമായി തൂക്കവില്ലിലേറുന്ന തൂക്കക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത്. എത്രത്തോളമാണ് അവരുടെ കച്ചകെട്ടലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പ്രമോദേട്ടനാണ് നമുക്കൊപ്പം ഉള്ളത്. ചേട്ടാ, നമുക്കറിയാം കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് കയറുന്ന തൂക്കക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ കച്ച. എത്രത്തോളം എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണങ്ങൾ? ഇതിൽ രണ്ട് വിധത്തിലുണ്ട്. ഇവിടെ കച്ച കെട്ടുന്നുണ്ട്, ഇത് ഇടുപ്പിലാണ്. ബാക്കിയൊന്ന് അടുത്ത പ്രൊട്ടക്ഷൻ വരുന്നത് നെഞ്ചിലാണ്. അപ്പോൾ ഇത് അവിടെ ഇതിൽ കൊളുത്തിയിടുന്നതാണ്. ഇത് മുന്നേ ഉള്ള നമ്മുടെ തന്നെ പ്രായമുള്ള ഒരു 10-50 വർഷം ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നവർ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യത്തെ 2-3 കൊല്ലം ഇവിടെ വന്ന് നോക്കും എങ്ങനെയാണ് ഇത് കെട്ടുന്നതെന്ന്. ആദ്യം അതിൻ്റെ കൂടെ മടക്കാൻ നിൽക്കും. മടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അതിന് റൊട്ടേറ്റ് ചെയ്ത് ഒരു കയറ് പോലെ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതെല്ലാം വെച്ച് നമ്മൾ കെട്ടിയതിന് ശേഷമാണ് നെക്സ്റ്റ് അടുത്ത 1 or 2 year കഴിഞ്ഞിട്ടാണ് നമ്മളിതിലോട്ട് ഇങ്ങനെ കെട്ടുന്നത്. കെട്ടിയിട്ട് ഇതാകുമ്പോൾ കെട്ടി ആദ്യത്തെ 2-3 വർഷം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ആവും. എത്ര വർഷം കെട്ടിയാലും അടുത്ത വർഷം നോക്കുന്ന പുതുമയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഇത്ര ഉയരത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ അങ്ങനെ ഒരു പേടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ആദ്യം തന്നെ നമുക്ക് സേഫ്റ്റി ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കച്ച കെട്ടുന്നുണ്ട്. നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് ആണ് അവിടെ ബില്ലിന്റെ മൂട്ടിൽ നിൽക്കുന്നവർ. ബില്ലിന്റെ മൂട്ടിൽ നിൽക്കുന്നവർ നമ്മളിവിടെ എല്ലാം കെട്ടി കൊടുത്താലും അവിടെ 2 പേര് കാണും, 2-3 പേര് കാണും ഓരോരുത്തർക്ക്. അവർ ഇവരെ പൊക്കി അതിൽ കൊടുക്കുകയാണ്. അവരുടെ തോള് കൊടുത്താണ് ഈ നമ്മുടെ തൂങ്ങുന്ന ആളിനെ പൊക്കി കൊടുക്കുന്നത്. പിന്നെ ഒരാൾ കുഞ്ഞിനെ വാങ്ങിക്കാൻ നിൽക്കും. നമ്മൾ ആദ്യം പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അവർ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് അവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ അത്രത്തോളം എനർജി കൊടുക്കുന്നില്ല. ഇനിഷ്യലി ഉള്ള പ്രോസസ്സാണ്. പക്ഷേ അവിടെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുകയാണ്. കുഞ്ഞിനെ കൊടുക്കുന്നതാണെങ്കിലും കൊടുത്ത് ഇവിടെ തോളിൽ കയറ്റുന്നതാണെങ്കിലും അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടി മേജർ വിത്തിൻ്റെ ടൈം ഫ്രെയിമിൽ ചെയ്യുന്നതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടി നമ്മള് ഭയങ്കര ഇറുക്കിയിട്ടാണോ ഇത് കെട്ടുക? അത് വലിയ ഇറുക്കലൊന്നുമല്ല. അവർക്ക് ഇവിടെ കുറച്ച് ടൈറ്റ് എന്ന് തോന്നും. പക്ഷെ അവിടെ പോകുമ്പോൾ ആ കൊളുത്തിൽ അവർക്ക് ഫിക്സ് ആയി ഇരിക്കുന്ന കുറച്ചൊരു ഈസി പ്രോസസ്സാണ്. അവർ കുറച്ചൊരു ഫ്രീ ആയിട്ട് മുകളിൽ ഇരിക്കാൻ പറ്റും. ഈ കാല് കംപ്ലീറ്റ് എയറിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ കാണില്ല. ഈ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ബെൽറ്റും ഇവരുടെ കച്ചയും നമ്മൾ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊളുത്തുണ്ട്, അതിലൊരു കൊളുത്തുണ്ട്. ആ കൊളുത്തിലാണ് അത് 2 കൊളുത്തുണ്ട് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ പിന്നെ അവർ നോർമലി 7 days ഒരു എക്സസൈസ് പോലത്തെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിരിപ്പുണ്ട്. അത് കംപ്ലീറ്റ്ലി നമ്മൾ നമസ്കാരം ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ഫിസിക്കലി ഫിറ്റ് ആണ്. സോ അവരുടെ കയ്യിലാണ് മേജർ ഹോൾഡ് ഇരിക്കുന്നത്. ഒരു ഫോർ ദ സേഫ്റ്റി പർപ്പസിലേക്ക് വേണ്ടി മാത്രമാണ് ഈ സേഫ്റ്റി ബെൽറ്റ് അതിൽ ഹോൾഡ് ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ കച്ച കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുതിർന്നവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ, നമുക്കറിയാം എല്ലാ വർഷവും കൊല്ലങ്കോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ ജനപ്രവാഹമുണ്ട് ഈ തൂക്കം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ തൂക്കം കാണുന്ന സമയത്ത് ഉള്ളിൽ ചെറിയ ആശങ്ക ഉണ്ടാവാറുണ്ട്. കാരണം ഇത്രത്തോളം ഉയരത്തിലേക്കാണ് കുഞ്ഞുമായി ഈ തൂക്കക്കാരൻ പോകുന്നത്. അപ്പോൾ അവർക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് കെട്ടിക്കൊടുക്കുന്ന കച്ചയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? എത്രത്തോളം സുരക്ഷിതമാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ വരുന്നത് ദേവിക്ക് അഭിമുഖമായിട്ട് കച്ച കെട്ടി തൂക്കം എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത്.
തൂക്കത്തിന് കയറാൻ വേണ്ടിയിട്ട് കച്ച കെട്ടും. 2 തരത്തിലുള്ള കച്ചയാണ് കെട്ടുന്നത്. ഒന്ന് ഇടുപ്പിൽ കച്ച, ഒന്ന് നെഞ്ചിൽ കച്ച. ഇടുപ്പിൽ കച്ചയിലാണ് തൂക്കി ഇടുന്നതും തൂക്കം എന്നുള്ള നേർച്ചയും വരുന്നത്. നെഞ്ചിൽ കച്ചയിൽ ഈ കുഞ്ഞിനെ അവിടെ നിങ്ങളുടെ ഇതിനു മുമ്പേ കണ്ട സെഗ്മെൻറ്റിൽ കണ്ട ഇതിൽ ഹാങ് ചെയ്തിട്ടിട്ട് കുഞ്ഞിനെ സേഫ്റ്റി ആയിട്ട് ഇട്ട് കയറ്റുന്നതാണ്. ഈ കച്ച കെട്ടുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പോൾ കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കച്ച കെട്ടുന്നത്. അത് 3 പ്രാവശ്യം മുറുക്കി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇടുപ്പിൽ കച്ച കെട്ടിയിട്ട് ശരിക്ക് അടുത്ത് നെഞ്ചിൽ കച്ച കെട്ടാനുള്ള ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് പൂർവികമായിട്ട് നടന്നതുകൊണ്ട് എൻ്റെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ജനറേഷനിൽ ഇപ്പോൾ ചെയ്യുന്നു. നമ്മളും അതിനെക്കാട്ടിലും ഭംഗിയായിട്ടൊന്നല്ല, അതിനെക്കാട്ടിലും സുരക്ഷിതമായിട്ട് ചെയ്യാൻ വ്രതശുദ്ധിയോടെ 10 ദിവസവും ഇവിടെ കുടിയേറുന്ന അന്ന് മുതൽ വ്രതശുദ്ധിയോടെ ഇരുന്ന് ഈ കച്ച കെട്ടുമ്പോൾ നമുക്കും ഒരു സാക്ഷാത്കാരമുണ്ട്. ഇതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. ദൈവീ കടാക്ഷം കൊണ്ട് ഇതുവരെ അങ്ങനെ ഉള്ളതൊന്നും സംഭവിച്ചിട്ടില്ല, മോശമായിട്ടുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിലേ വരണുള്ളൂ. ഇപ്പോൾ എൻ്റെ ജനറേഷൻ കിടത്ത അടുത്ത ജനറേഷന് ഇതിൽ ട്രെയിനിങ് ആയി വരുന്നുണ്ട്. അവരിതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട് ദേവിയുടെ കൃപ കൊണ്ട്. ദേവിയായിട്ടുണ്ടാക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ തൂക്കക്കാരെ ശ്രദ്ധിക്കുമ്പോഴേ അവരുടെ മുഖത്തൊക്കെ ചുട്ടി കുത്തിയതായിട്ട് കാണാൻ സാധിക്കും, അല്ലെ? അതുപോലെ തന്നെ തലയിലൊരു കെട്ടും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ഐതിഹ്യം ഉണ്ടോ? അത് ദേവിയുടെ ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തൂങ്ങുന്ന ആളിനെ പുള്ളുകുത്തി അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ തൂക്കത്തിന് കെട്ടി അലങ്കരിച്ച് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ വർഷവും ഓരോ എനർജി നമുക്ക് പ്രത്യേകം കിട്ടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൂടുന്നതേ ഉള്ളൂ, കുറയില്ല. വർഷാവർഷം കൂടുന്നതേ ഉള്ളൂ, അത് കുറയില്ല. ശരിക്കും ഇത് മൂലക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ മൂലക്ഷേത്രം ഇതുണ്ട്, വേറെ ഒന്നുണ്ട്, അറിയാമായിരിക്കും. ഇത് തൂക്കം നടക്കുന്ന ഇത് ക്ഷേത്രമാണ്. ഈ തൂക്കക്കാര് ഒരുങ്ങി കടൽ സ്നാനം സാഗര സ്നാനം കഴിഞ്ഞ് ആദ്യമായി ഒരുങ്ങി വരുന്നത്, നേർച്ചയ്ക്ക് ഒരുങ്ങി വരുന്നത് കീഴ്വിളാകം എന്ന് പറയുന്ന വീട്ടിലാണ്. രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്ന് അവർക്ക് ഇന്നത്തെ ഭക്ഷണം അരിയാഹാരം കഴിക്കാൻ പാടില്ല. അവല്, പഴം അങ്ങനെയുള്ളതെല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മൂലക്ഷേത്രമുണ്ട്. ആ മൂലക്ഷേത്രത്തിൽ നിന്നാണ് ഇവർ ഇത് കച്ച കെട്ടുന്നത്, ബാക്കിയുള്ളതൊക്കെ ഒരുക്കിയെടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നമുക്കറിയാം ഒരുപാട് ഭക്തരാണ് ഓരോ വർഷം കൂടുമ്പോഴും കൊല്ലങ്കോടിന്റെ മണ്ണിലേക്ക് നേർച്ച തൂക്കത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഉറ്റുനോക്കുന്ന ആ തൂക്കത്തിന്റെ ആ ഒരു കാഴ്ച അത് എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം സുരക്ഷിതമാണ് എന്നാണ് നമുക്ക് ഇവരോട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 13 വർഷക്കാലമായി കൊല്ലങ്കോട് തൂക്കത്തിന്റെ ഭാഗമാവുന്ന സജികുമാർ ചേട്ടനാണ് ഇപ്പൊ നമുക്കൊപ്പം നിൽക്കുന്നത്. ചേട്ടാ, ഈ തൂക്കക്കാരനായി കുഞ്ഞുമായി വില്ലിലേക്ക് കയറുക എന്ന് പറയുന്ന ആ ഒരു അനുഭൂതി അതെങ്ങനെയാണ്? നമുക്ക് ഇവിടെ എഴുതി നിർത്തി ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ നിന്ന് കിടക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കറക്റ്റ് വ്രതം പിടിച്ച് 2 നേരം നമസ്കാരം ചെയ്ത് എല്ലാ കാര്യം മംഗളമായിട്ട് പോകും. പിന്നെ തൂങ്ങി ഇറങ്ങണത് വരെ അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുഞ്ഞിനെ തന്ന് തൂങ്ങി ഇറങ്ങും. നമ്മൾ ഈ കുഞ്ഞുങ്ങളായി മുകളിലേക്ക് എത്തുമ്പോൾ കുഞ്ഞുങ്ങളോട് എന്തോ പറയുന്നത് പോലെ തോന്നാറുണ്ട്. മന്ത്രങ്ങൾ എന്തെങ്കിലും മന്ത്രങ്ങളൊന്നും പറയില്ല. കരയുമ്പം കരയരുത്, മോൾ കരയരുത് സംസാരിക്കണം, അല്ല വേറെ ഒന്നുമില്ല. കരയാൻ നമ്മൾ സമ്മാനപ്പെടുന്നു, കരയരുത് അങ്ങനെ ആക്കണതാണ്. ഇപ്പൊ നിങ്ങളുടെ വേഷവിധാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കുത്തുകള് വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് മുഖത്ത് കാണാനുണ്ട്. ഒപ്പം തന്നെ തലയിൽ കെട്ടുണ്ട്. അതൊക്കെ എന്താണ്? അത് ഇവിടുത്തെ ചടങ്ങനുസരിച്ചുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്. പോയി ഇവിടുന്ന് എഴുന്നേറ്റ് അവിടെ പോയി കച്ചേരി അവിടെ കുടുംബത്തെ പോയി ഒരുങ്ങിയെടുത്ത് വരുന്നതാണ്. അങ്ങനെയുള്ളതാണ്. അവിടെ പോയി കറുപ്പും ചെമ്പുള്ളിയാണ് അതിൻ്റെ കണക്ക്. കറുപ്പും ചുവപ്പും കുത്തി എല്ലാം റെഡിയാക്കുന്നതാണ്. തൂങ്ങി ഇറങ്ങുന്നത് നമ്മൾ വ്രതത്തിലാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൈമാറ്റം ചെയ്യും. എങ്ങനെയാണ് വില്ലി തരുന്നത് അതേ കണക്കിന് തിരിച്ചു കൊടുക്കും. അതോടുകൂടിയിട്ടാണ് ഈ ഉത്തരവാദിത്തം അവസാനിക്കുക. നമ്മുടെ ജോലി കത്തിയാണ് അതുകൂടെയാണ്. ഇപ്പൊ 13 വർഷക്കാലായല്ലോ, ഇങ്ങനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ ഒരു കുഞ്ഞുമായി പോയിട്ട്? അങ്ങനെ ഇതുവരെ ഒരു അനുഭവം ഇല്ല. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വയ്യായി, അങ്ങനെ അല്ല, വേറെ ഒന്നുമില്ല. ശരീരസുഖം കൊണ്ടല്ല, വേറെ ഒരു കുഴപ്പമില്ല. അനുഭവം ഇതുവരെയും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, അമ്മയുടെ ഭാഗ്യം കൊണ്ട്. ഇപ്പൊ നമുക്കറിയാം അമ്മയായി മാറുകയാണ് കുറച്ച് സമയത്ത്. കാരണം കുഞ്ഞുങ്ങളെല്ലാവരും അവരുടെ അച്ഛനും അമ്മയും അമ്മയിൽ ഏൽപ്പിക്കുന്നത് പോലെയാണ് ചേട്ടനെയൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം എങ്ങനെയാണ്? നമ്മുടെ ഇവിടെ വന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ ആ സമയം വ്രതവും നമ്മുടെ പേരൻസിൻ്റെ ഇതെല്ലാം പറയും, ഇന്ന ഇതിലൊക്കെ പോകണം, നമ്മൾ വ്രതം നിൽക്കും പോലെ നിങ്ങൾ വ്രതം നിന്ന് നമ്മളെ ഏൽപ്പിച്ച് അത് കഴിഞ്ഞ് ഇവിടെ തൂങ്ങി തങ്ങി അമ്മയെ കൊണ്ട് തൊഴുതിന് ശേഷമേ വീട്ടിൽ കൊണ്ട് പോകാനാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കച്ചയൊക്കെ കെട്ടുമ്പോൾ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇങ്ങനെ ശരീരത്തിനായിട്ട് അങ്ങനെ അതൊന്നും വ്രതം നിൽക്കണല്ലേ, കുറച്ച് വേദന കാര്യങ്ങൾ വരും. വില്ലിക്കയറോടെ എല്ലാം അവസാനിക്കും. വില്ലി കയറുമ്പോൾ പിന്നെ വേദനയും ഒന്നും ഇല്ല ഇല്ല ഇല്ല. അമ്മയെ സങ്കല്പിച്ച് നമ്മളെല്ലാം മുമ്പോട്ട് പോകണത്. അല്ല നമ്മുടെ കഴിവൊന്നുമല്ല, ഇത് എല്ലാം അമ്മയുടെ കഴിവാണ്. തൂക്കക്കാരനായി കുഞ്ഞുമായി വില്ലിലേക്ക്
കയറുമ്പോഴുള്ള ഒരു അനുഭവം അതെങ്ങനെയാണ്? ഒരു പ്രത്യേക ധൈര്യമാണ് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് കയറുന്നതാണ്. പിന്നെ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് കയറുമ്പോ ഉള്ള ഒരു അനുഭവം? ആദ്യമായിട്ട് കയറുമ്പോൾ കച്ച ജസ്റ്റ് മുറിയായിട്ടും അങ്ങനത്തെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ പേടിക്കും. ആ ഒറ്റ അമ്മയുടെ ഒരു സേവകനായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ അമ്മയായിട്ടാണ് ആ ഒരു നിമിഷം മാറുന്നത്. ആ ഒരു അനുഭൂതി എങ്ങനെയാണ് ജീവിതത്തില്? ഇവിടുത്തെ 6 ദിവസം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ഒരു 6 ദിവസമാണ്. നമസ്കാരമായാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാം. പക്ഷെ നമ്മൾ ആരും അത് ഓവർകം ചെയ്ത് പോകും. അത് അമ്മയുടെ ഒരു കഴിവ് തന്നെയാണ്. ഒരു 7 ദിവസക്കാലം ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. കൃത്യമായ ചിട്ടാവട്ടങ്ങളിലൂടെയാണ് ജീവിതം. അത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്? പലരും പല ടൈംസിൽ, അതായത് പല രീതിയിൽ ദിനചര്യയായിട്ട് പോണവരാണ്. ചിലർ അതിരാവിലെ എണീക്കുന്നുണ്ട്, ഒരുപാട് ലേറ്റായിട്ട് എണീക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ഒരു 4 മണിയാകുമ്പം നമ്മുടെ ഇവിടെ കൊട്ടടിക്കുമ്പോൾ എണീറ്റ് എല്ലാവരും ഒരുപോലെ നമസ്കാരം ചെയ്ത് കുളിച്ച് എല്ലാം ഒരുപോലെയാണ്. എല്ലാവരും ഒരുപോലെയാണ്. അത് നമ്മുടെ ജീവിതത്തിലും എല്ലാം ഒരു അച്ചടക്കവും ഒരു ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള ഒരു മനസ്സാണ്.